സ്മാർട്ട് ലോക്കസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൽ ജെനറ്റിക്സ് ചാപ്റ്ററിൻ്റെ തുടക്കം ആണ് കാണുന്നത്. ജെനറ്റിക്സിൽ 2 ചാപ്റ്ററാണുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആൻഡ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. So what is genetics? It's nothing but is a branch of biology that deals with the study of inheritance and variation. അല്ലെ, ഇൻഹെറിറ്റൻസിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചുമുള്ള സ്റ്റഡിയാണ് ഏത് ജെനറ്റിക്സ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? അല്ലെ, ഇൻഹെറിറ്റൻസ് അല്ലെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയും അല്ലെ, ഹെറിഡിറ്ററി എന്നൊക്കെ നമ്മൾ ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ്? Is nothing but the process in which characters are passed on from parents to offsprings. പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലോട്ട് ക്യാരക്ടേഴ്സ് എന്താണ് പാസ് ചെയ്യുന്നതിനെയാണ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അല്ലെ ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പാസ് ചെയ്യുന്നു. എങ്ങനെ? ത്രൂ ഗാമീറ്റ്സ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് ഇൻഹെറിറ്റൻസ്. അപ്പൊ പോയിന്റ് ക്ലിയർ അല്ലേ? സോ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിങ്. ഇനി വേരിയേഷൻ. എന്താണ് വേരിയേഷൻ? സി ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം ദേ ഡിഫർ ഫ്രം ദ അല്ലെ പാരന്റ്സ്. ദേ ഡിഫർ ഫ്രം ദ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്താണ് ടോട്ടലി ഡിഫറെന്റ് എന്നല്ല അർത്ഥം. ദർ ഈസ് സം കൈൻഡ് ഓഫ് ഡിസിമിലാരിറ്റി. ആ ഒരു ഡിഗ്രി ഓഫ് ഡിസിമിലാരിറ്റിയാണ് എന്ത് പറയുന്നത്? വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഹെറിറ്റൻസും അല്ലെ അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരന്റ്സ് ഓഫ്സ്പ്രിങ്സ് പാരന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിമിലാരിറ്റീസ് ഉണ്ടാവും, ഡിസിമിലാരിറ്റീസും ഉണ്ടാവും. ഇതെല്ലാം വരുന്നു ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇതെല്ലാം ഏത് ടൈറ്റിലകത്ത് വരുന്നു? ജെനറ്റിക്സ്. അപ്പൊ ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഈ ബ്രാഞ്ച്, ബയോളജിയുടെ ബ്രാഞ്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജെനറ്റിക്സിന്റെ ചില ടെർമിനോളജീസ് ആദ്യം നന്നായിട്ട് പഠിക്കണം. വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ജെനറ്റിക്സ് ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയുള്ളൂ. അപ്പൊ നമുക്ക് ആ ടെർമിനോളജീസ് ഒന്ന് കാണാം. ആദ്യം the term genetics that was coined by Bateson. So Bateson coined the term genetics. Then what is gene? Actually the father of genetics, that is Gregor Mendel, he never used the term gene or genetics. Instead he used factor. So Mendel called it as factor. Then Johansen coined the term gene. So what is gene? In simplified way we can say that it is the unit of inheritance. Like something is passed from parents to offspring through gametes. That was the observation made by Gregor Mendel, the father of genetics, during his experiment in pea plant. So gene or factor is nothing but the unit of inheritance. And remember, gene occur in pairs. Gene always occur in pairs. Okay. Then, what is allele? Allele is nothing but slightly different form of the same gene. അപ്പൊ എന്താണ് allele എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. See, character. ജെനറ്റിക്സിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം അല്ലേ. ഹിയർ നമ്മളിപ്പോ പീ പ്ലാന്റ് കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റെം ഹൈറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ ക്യാരക്ടർ അല്ലെ. സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഒരു ക്യാരക്ടർ ആണ്, ഫീച്ചർ ആണ്. ഈ ക്യാരക്ടറിന്റെ ഒരു ഡിസ്റ്റിങ്ക്ട് മോർഫോളജിക്കൽ ഫോമിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റെം ഹൈറ്റ് ക്യാരക്ടർ ആയിട്ട് എടുക്കുമ്പോൾ 2 ട്രൈറ്റ്സ് ഏതൊക്കെയാണ്? ടോൾനെസ് ആൻഡ് ഡ്വാർഫ്നെസ്. ഇത് രണ്ടുമാണ് ട്രേറ്റ്സ്. അപ്പോ ഡിസ്റ്റിങ്ക്ട് മോർഫോളജിക്കൽ ഫോം, വേരിയന്റ് ഓഫ് എ ക്യാരക്ടർ, അതിനെയാണ് ഇത് പറയുന്നത് ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ജീൻ സ്പെസിഫൈസ് എ ക്യാരക്ടർ അല്ലെ. ഒരു ക്യാരക്ടറിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ജീൻ, സ്റ്റെം ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ജീൻ. അലീൽ സ്പെസിഫൈസ് എ ട്രേറ്റ്. ഇവിടെ നമുക്ക് പറയാം ടോൾനെസിന്റെ അലീൽ ക്യാപിറ്റൽ ടി ആണ്, ഡ്വാർഫ്നെസിന്റെ അലീൽ സ്മോൾ ടി ആണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. 10th ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ
tallness in allele capital T, dwarfness in allele small t. So what is the difference between these two? That is capital T and small t. ഈ എഴുതുന്നതിൽ മാത്രമുള്ള വ്യത്യാസമാണോ? എന്താണ് ഈ രണ്ട് അലീൽ തമ്മിലുള്ള വ്യത്യാസം? Yes, they differ in their nucleotide sequence. അല്ലെ, അൾട്ടിമേറ്റ്ലി ഇതെല്ലാം എന്താണ്? DNA ആണ്. മോളിക്കുലാർ ലെവലിൽ ഇത് DNA ആണ്. അപ്പൊ DNA two alleles, that allele for tallness and allele for dwarfiness, they differ in their nucleotide sequence. That is the difference. So concept clear alle? So what is gene, factor, and what is allele, what is character and trait. So see here, a gene occur in pairs എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? Three possibilities with these two alleles. ഏതൊക്കെയാണ്? capital T possibility 1, capital T small t possibility 2, small t possibility 3. Genotype. എന്താണ് genotype? See, genotype എന്ന് പറയുന്നത് it is the genetic constitution of an organism for a particular trait. So genetic makeup of an organism for a particular trait. ഇവിടുത്തെ trait ഏതാ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ടോൾനെസ്, ഡ്വാർഫ്നെസ് ആണ് അല്ലെ? ടോൾനെസിന്റെ ജീനോടൈപ്പ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി അതിന്റെ ജീനോടൈപ്പ് ആണ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ജനറ്റിക് മേക്കപ്പും ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടോൾനെസ് തന്നെയാണ്. ഇനി ഡ്വാർഫ്നെസിന്റെ ജനറ്റിക് മേക്കപ്പ് ജീനോടൈപ്പ് ഏതാണ്? സ്മോൾ ടി ആണ്. സോ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം ഫോർ എ പർട്ടിക്കുലർ ട്രേറ്റ്. അപ്പൊ എന്താണ് ഫിനോടൈപ്പ്? ഫിനോടൈപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജീനോടൈപ്പിന്റെ മോർഫോളജിക്കൽ ഒബ്സർവേഷൻ, അതിന്റെ ഫിസിക്കൽ എക്സ്പ്രഷൻ ആണ് അല്ലെ? നമ്മൾ പുറമേ കാണുന്നത് പ്ലാന്റ് ടോൾ പ്ലാന്റ് ആണ്. പുറമേ കാണുന്ന ടോൾ പ്ലാന്റ് ആണെങ്കിൽ അതാണ് എന്ത്? ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. സോ ടോൾ പ്ലാന്റ് ആണെങ്കിൽ ജീനോടൈപ്പ്, ഫിനോടൈപ്പ് ടോൾ പ്ലാന്റ് ആണ്. ജീനോടൈപ്പ് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഏതൊക്കെ ആവാം? ക്യാപിറ്റൽ ടി ആവാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം. ഇനി ഡ്വാർഫ് പ്ലാന്റ് ആണെങ്കിൽ ഫിനോടൈപ്പ് ഡ്വാർഫ് ആണെന്ന് കരുതൂ. അങ്ങനെയാണെങ്കിൽ ജീനോടിപ്പിക് പോസിബിലിറ്റി ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് മാത്രമാണ്? സ്മോൾ ടി മാത്രമാണ്. ഒരു ജീനിന്റെ രണ്ട് അലീലും നോക്കൂ, ഇവിടെ ക്യാപിറ്റൽ ടി അല്ലെ? ദിസ് ഇസ് ഫോർ ടോൾനെസ്. ഹോമോസൈഗസ് ഫോർ ടോൾനെസ് എന്ന് പറയാം. സ്മോൾ ടി ഹോമോസൈഗസ് ഫോർ ഡ്വാർഫ്നെസ് എന്ന് പറയാം. അപ്പൊ ഒരു പ്ലാന്റിന് ഈ ഒരു ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ, ഈ ഒരു ജീനോടൈപ്പ് ആണെങ്കിൽ ആ പ്ലാന്റ് ഹോമോസൈഗസ് ഫോർ ടോൾനെസ് ആണെന്ന് പറയാം. ഈ ഒരു ജീനോടൈപ്പ് ഉള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് പ്ലാന്റ് ഈസ് ഹോമോസൈഗസ് ഫോർ ഡ്വാർഫ്നെസ്. ഇനി ഹെറ്ററോസൈഗസ് ആണെങ്കിൽ ഒരു പ്ലാന്റ് ഹെറ്ററോസൈഗസ് ആണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? സി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ആ ഡിഫറെന്റ് അലീൽസ് ആണ് അതിനുള്ളത് അല്ലെ? സ്റ്റെം ഹൈറ്റിന്റെ തന്നെ ഒരേ അലീലല്ല, ഡിഫറെന്റ് അലീലാണ് ഉള്ളത്. അപ്പൊ ദിസ് പ്ലാന്റ് ഈസ് ഹെറ്ററോസൈഗസ് ഫോർ ടോൾനെസ്, ഹോമോസൈഗസ് ഫോർ ടോൾനെസ്, ഹോമോസൈഗസ് ഫോർ ഡ്വാർഫ്നെസ്, heterozygous for tallness. What is dominant allele? See here, for stem height in pea plant, dominant allele എന്ന് പറഞ്ഞാൽ capital T dominant allele ആണെന്ന് നമ്മൾ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? capital T it's allele which expresses in both homozygous and heterozygous condition എന്ന് പറയാം. ശരിയല്ലേ? ഇത് homozygous condition ആണ്, ഇവിടെ heterozygous condition ആണ്. രണ്ടിലും എന്താണ് ഫിനോടൈപ്പ്? ടോൾ ആണ്. So dominant allele expresses in both homozygous and heterozygous condition. In recessive allele ആണെങ്കിലോ, the allele which expresses only in homozygous condition, heterozygous condition അത് suppressed ആണ്, അവിടെ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. So dominant allele expresses in both homozygous and heterozygous condition. It is represented by capital letter. Recessive allele expresses only in homozygous condition. F1 and F2. Genetics F1, F2 stands for what? F1 എന്ന് പറഞ്ഞാൽ first filial generation. Filial എന്ന് പറഞ്ഞാൽ offsprings എന്നാണ്. ഇപ്പൊ നമ്മളൊരു ക്രോസ് tall pea plant is crossed with dwarf pea plant. അപ്പോൾ കിട്ടുന്ന ആ offsprings, ആ ഓസ്പ്രിങ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ജെനറ്റിക്സിൽ F1 എന്ന് പറയുന്നു, ഫസ്റ്റ് ഫിലിയൽ
ജനറേഷൻ. ഇനി ജെനറ്റിക്സിന്റെ ക്രോസിൽ നമ്മൾ ചെയ്യുന്നത് ഈ F1 പ്ലാന്റ്, ഫസ്റ്റ് ഫിലിയൽ ജനറേഷനുള്ള പ്ലാന്റിനെ എടുത്ത് വീണ്ടും എന്ത് ചെയ്യാണ്, സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ട് സെൽഫിങ്, അങ്ങനെ കിട്ടുന്ന ഓസ്പ്രിങ്സിനെ, അടുത്ത ജനറേഷനിൽ കിട്ടുന്ന ഓസ്പ്രിങ്സിനെ ജെനറ്റിക്സിൽ എന്ത് പറയുന്നു, F2 എന്ന് പറയുന്നു, സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ. What is a monohybrid? ജെനറ്റിക്സിൽ ഒരു മോണോഹൈബ്രിഡ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മോണോഹൈബ്രിഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോഹൈബ്രിഡ് പ്ലാന്റ് മീൻസ് a plant which is heterozygous for genes controlling one character. A plant which is heterozygous for genes controlling one character. അങ്ങനെ ഒരു പ്ലാന്റിനെയാണ് എന്ത് പറയുന്നത്, മോണോഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് ഓപ്ഷനിൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതിൽ ഏത് മാത്രമാണ് മോണോഹൈബ്രിഡ്? ലാസ്റ്റ് വൺ, because it is heterozygous for genes controlling one character. അല്ലെ, given data അനുസരിച്ച് നമുക്കത് പറയാം. ഇത് രണ്ടും ഹോമോസൈഗസ് ആണ്, അപ്പൊ അതിനെ മോണോഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റില്ല. ഹൈബ്രിഡ് എന്ന് പറയണമെങ്കിൽ ഇത് ഹെറ്ററോസൈഗസ് ആയിരിക്കണം. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ഡൈഹൈബ്രിഡ് പ്ലാന്റ്? എന്താണ് ഒരു ഡൈഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? ഡൈഹൈബ്രിഡ് പ്ലാന്റ് മീൻസ് എ പ്ലാന്റ് വിച്ച് ഈസ് heterozygous for genes controlling two characters. രണ്ട് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനും ഹെറ്ററോസൈഗസ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനെ ഡൈഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറയുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളതില് ഇവിടെ നോക്കൂ, ഇതിപ്പോ പി പ്ലാന്റിൽ തന്നെ സീഡ് ഷേപ്പും സീഡ് കളറും കൺട്രോൾ ചെയ്യുന്ന ജീൻസ് രണ്ട് ക്യാരക്ടറാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ എന്ന് കാണിച്ചിരിക്കുന്നത് രണ്ട് ജീൻ. രണ്ട് ക്യാരക്ടറും അതെന്താണ്, ഹോമോസൈഗസ് ആണ്. സീഡ് ഷേപ്പിനും സീഡ് കളറിനും ഹോമോസൈഗസ് ആണ്. അതിനെ ഹൈബ്രിഡ് എന്നേ പറയാൻ പറ്റില്ല. ഇത് സ്മോൾ ആർ, സ്മോൾ വൈ ഹോമോസൈഗസ് ആണ് ഫോർ ബോത്ത് ദ ട്രേറ്റ്സ്. അതിനെയും ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇത് നോക്കൂ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഒരു ക്യാരക്ടറിന് ഹൈബ്രിഡ് ആണ്, ഹെറ്ററോസൈഗസ് ആണ്. അടുത്ത ക്യാരക്ടറിന് ഹൈബ്രിഡ് ആണ്, ഹെറ്ററോസൈഗസ് ആണ്. Yes, this is a dihybrid. ഇതിന്റെ ഡൈഹൈബ്രിഡ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഡൈഹൈബ്രിഡ് ആണ്. ഇനി അടുത്തത് നോക്കാം, ഇതോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ക്യാരക്ടറിന് അല്ലെ സീഡ് ഷേപ്പിന് അത് ഹൈബ്രിഡ് ആണ്, ഹെറ്ററോസൈഗസ് ആണ്. അടുത്ത ക്യാരക്ടർ സീഡ് കളർ ക്യാപിറ്റൽ വൈ എന്നാണ് കാണിച്ചേക്കുന്നത്, ഹോമോസൈഗസും ആണ്. അപ്പൊ ഇതെന്താണ്? ദിസ് ഇസ് ആക്ച്വലി എ മോണോഹൈബ്രിഡ്. ഒരു ക്യാരക്ടറിന് ഹെറ്ററോസൈഗസ് ആണ്, മോണോഹൈബ്രിഡ് ആണ്. ഇനി ഇത് നോക്കൂ, ഒരു ക്യാരക്ടറിന് ഹോമോസൈഗസ് ആണ്, അടുത്ത ക്യാരക്ടറിനും ഹെറ്ററോസൈഗസ് ആണ്. അപ്പൊ ഇതും എന്താണ്? മോണോഹൈബ്രിഡ് ആണ്. സോ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? മോണോഹൈബ്രിഡ് പ്ലാന്റ് മീൻസ് എ പ്ലാന്റ് വിച്ച് ഈസ് heterozygous for genes controlling one character. Dihybrid plant means a plant which is heterozygous for genes controlling two characters. True breeding line എന്ന് പറഞ്ഞാൽ എന്താണ്? True breeding line എന്ന് പറഞ്ഞാൽ plants having undergone self-pollination for several generations. Continuous self-generation എന്താണ്? Continuous self-pollination for several generations. ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും? ഹോമോസൈഗസ് ആവും അല്ലേ? And are able to express അല്ലെങ്കിൽ show stable trait inheritance and expression. എന്ന് വെച്ചാൽ ഇപ്പൊ ടോൾനെസ് ഒരു ടോൾ പി പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്ത് ടോൾനെസ് മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ. അത് ഇൻഹെറിറ്റ് ചെയ്യുന്നതും എപ്പോഴും ഏതിന്റെ അലീൽ മാത്രമായിരിക്കണം? ടോൾനെസിന്റെ അലീൽ മാത്രമായിരിക്കണം. ഓക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹോമോസൈഗസ് ആയിരിക്കണം. ഒരു ഹെറ്ററോസൈഗസ് പ്ലാന്റിന് ടോൾനെസിന്റെ അലീൽ മാത്രം ഇൻഹെറിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇറ്റ് വിൽ ഹാവ് ബോത്ത് ടോൾനെസ് അലീൽ ആൻഡ് ഡോർഫ്നെസ് അലീൽ. അപ്പൊ ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. പ്ലാന്റ് ഹാവിംഗ് അണ്ടർഗോൺ സെൽഫ് പോളിനേഷൻ ഫോർ സെവറൽ ജനറേഷൻസ് and are able to show stable trait inheritance and expression. റെജിനാൾഡ് സി പെന്നറ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് ജെനറ്റിക്സിൽ നമ്മൾ എന്ത് പറയുന്നത്? പെന്നറ്റ് സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തിനാണിത്?
See, it's a graphical representation to calculate the probability of all possible genotypes of offspring at F2, means second generation, in a genetic cross. ഇതിനെയാണ് എന്ത് പറയുന്നത്? പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്വയർ വരയ്ക്കും. ഏതില്? F2. F1 ഡൗട്ടിന് അല്ലെ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലം വരുന്നില്ല, കാരണം എല്ലാം ഒരേപോലെ ഇരിക്കും. ഇപ്പൊ ടോൾ പീ പ്ലാന്റ്, ഡ്വാർഫ് പീ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ F1 കംപ്ലീറ്റ്ലി അല്ലെ വൺ ഓഫ് ദ പാരന്റൽ ട്രേറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ്, ഡിപെൻഡ്സ് ഓൺ ദി ഇൻഹെറിറ്റൻസ്. F2 നമ്മൾ ടോപ്പിൽ എന്ത് ചെയ്യും? ഇവിടെ ഫാദർ അലീൽസ് നമ്മൾ ഇവിടെ എഴുതും അല്ലെ, ഗമീറ്റ്സ് ഇപ്പൊ ക്യാപിറ്റൽ T. ദെൻ മദർ ഗമീറ്റ്സ് നമ്മൾ ഇവിടെ എഴുതുകയാണ്, ക്യാപിറ്റൽ T തന്നെയാണെന്ന് കരുതൂ. അപ്പൊ ഇവിടെ ഒരു പാരന്റിന്റെ അലീൽസ് എഴുതി, ഇവിടെ അടുത്ത പാരന്റിന്റെ അലീൽസ് എഴുതി. ഇവിടെ ക്യാപിറ്റൽ ടി വരുമ്പോൾ നമുക്ക് പറയാം അല്ലെ F2 ഇങ്ങനെ ഒരു ഓഫ്സ്പ്രിങ്സ് ഉണ്ട്, ക്യാപിറ്റൽ ടി ജീനോടൈപ്പുള്ള ഓഫ്സ്പ്രിങ്സ് ഉണ്ട്. അപ്പൊ ഓഫ്സ്പ്രിങ്ങിന്റെ ജീനോടൈപ്പ് കിട്ടിയില്ലേ? ഇനി ഇവിടെ അടുത്ത ഇതിന്റെ അലീല് ക്യാപിറ്റൽ T ആണ്, ഇവിടെ അലീല് സ്മോൾ t ആണ് എന്ന് കരുതൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ക്യാപിറ്റൽ T സ്മോൾ t. സോ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദി ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ ആണോ അതിനനുസരിച്ച് നമുക്കത് എന്താണ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. So, what is Punnett square? It's a graphical representation to calculate probability of all possible genotypes of offsprings at F2 in a genetic cross. Genetics terminology ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. നന്നായിട്ട് പഠിക്കുക. 2 ചാപ്റ്റർ പഠിക്കുമ്പോഴും നമുക്കിത് അത്യാവശ്യമാണ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.